ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്തിന്റെ MLA രാജീവ് ചന്ദ്രശേഖറാണ് ബിജെപിയുടെ മൂന്നാമത്തെ അംഗവും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വി മുരളീധരൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബിജെപിക്കാർക്ക് ഗോപകുമാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബിജെപിക്ക് അഭിമാനിക്കാവുന്ന നിമിഷം മൂന്നാമത്തെ അംഗവും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നേമത്ത് ശക്തമായ മത്സരം ആണ് വി ശിവൻകുട്ടിയോട് നടത്തിയത്. വി ശിവൻകുട്ടി വിജയിക്കുമെന്ന അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലം അവിടെ മികച്ച വിജയവുമായി സഭയിലേക്ക് എത്തിയ രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും പൂർത്തിയാവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ 83-ാമനായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇപ്പോൾ സഭയിലെ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഒപ്പിട്ട് മടങ്ങുന്നു രാജീവ് ചന്ദ്രശേഖർ. 3 അംഗങ്ങളാണ് ഇത്തവണ ബിജെപിക്ക് സഭയിലുള്ളത്. ഗോപകുമാർ, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ. അതിൽ മൂന്നാമനായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുമെന്ന് ബിജെപി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശക്തമായ 3 പേരേ ഉള്ളൂ എങ്കിലും ശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ രംഗത്തുണ്ടാകും എന്നുള്ളതാണ് ബിജെപി പറഞ്ഞു വയ്ക്കുന്നത്.